നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒരു ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകൻ കൂടി കാലയവനിയിൽ മറഞ്ഞു. ടി വിയിലൊന്നും വന്നില്ല. കാരണം ഇലക്ഷൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കാം. അർഹതപ്പെട്ട അംഗീകാരം വാർത്തകളിലൊന്നും കിട്ടിയില്ല. ചിലവൂർ വേണു 80 വയസ്സായി. പക്ഷേ മരിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിന് 80 വയസ്സുണ്ടെന്ന്. കണ്ടാൽ പറയില്ല. ഒരു ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ കാലം മുതൽ ഞാൻ കാണുകയാണ്. നിത്യഹരിത നായകനെ പോലെ ഇരിക്കണം. എപ്പോഴും ഒരേ കഷണ്ടി തലയൊക്കെ ആയതുകൊണ്ടായിരിക്കാം 80 വയസ്സായെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലായിരുന്നു കഴിഞ്ഞ 2 മാസമായിട്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ചു. 1971 കോഴിക്കോട്ട് അശ്വിനി ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയ കാലം മുതൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ ഫിലിം സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച കലാകാരനായിരുന്നു ചിലവൂർ വേണിച്ചേട്ടൻ. മനസ്സൊരു തപസ്യ, മനസ്സിൻ്റെ വഴികൾ എന്നിവയാണ് അദ്ദേഹം എഴുതിയ പ്രധാന പുസ്തകങ്ങൾ. വേറെ എന്തൊക്കെ സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ജോൺ എബ്രഹാമിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ജോൺ എന്ന പേരിൽ മാതൃഭൂമിയിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ദീദി ദാമോദരൻ്റെ ഭർത്താവ് പ്രേംചന്ദ് സംവിധാനം ചെയ്ത സിനിമയിൽ ആണ് അവസാനമായിട്ട് അദ്ദേഹം അഭിനയിച്ചത്. അഭിനയിക്കുന്നതിൻ്റെ സ്റ്റില്ലുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു ദൃശ്യതാളം എന്ന് പറഞ്ഞൊരു സിനിമ പ്രസിദ്ധീകരണം ഇറങ്ങിയിരുന്നത്, മാസിക. അപ്പോൾ അതിൽ KG ജോർജിൻ്റെ സ്പെഷ്യൽ, പിന്നെ വേറെ ആരുടെ ഒരു സ്പെഷ്യലിനൊക്കെ വേണ്ടി ഞാൻ ഈ ചിലവൂർ വേണുവിനെ കോഴിക്കോട്ട് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് എവിടെ പോകണം, എവിടെ ചെന്ന് ആരെ കാണണം, കണ്ടാൽ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം, ചെന്ന് വാങ്ങിച്ചോളാം പറഞ്ഞ് എന്നെ നല്ല അടുപ്പമായിരുന്നു ആ മനുഷ്യനുമായിട്ട്. മലയാളത്തിലെ ആദ്യകാല സ്പോർട്സ് മാസികയായിരുന്ന സ്റ്റേഡിയം, വനിതാ പ്രസിദ്ധീകരണമായിരുന്ന രൂപകല, മനഃശാസ്ത്ര മാസികയായിരുന്ന സൈക്കോ നല്ല ഒരുപാട് സർക്കുലേഷനൊക്കെ ഉള്ള പ്രസിദ്ധീകരണമായിരുന്നു. പിന്നെ സെർച്ച് ലൈറ്റ്, സിറ്റി മാഗസിൻ, പിന്നെ ഒരു സായാഹ്ന ദിനപത്രം വർത്തമാനം എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ എന്താ പറയുക, ചുക്കാൻ പിടിച്ച ആളായിരുന്നു ചിലവൂർ വേണു. രാമുകരേട്ടിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. പിന്നെ ചിന്തരവി എന്ന് വിളിക്കുന്ന രവീന്ദ്രൻ്റെ ഒരേ തൂവൽ പക്ഷികൾ എന്ന് പറഞ്ഞ സിനിമയിൽ സഹകരിച്ചിരുന്നു. SK പൊറ്റക്കാടിൻ്റെ പ്രശസ്തനായ സഞ്ചാര സാഹിത്യകാരൻ SK പൊറ്റക്കാടിൻ്റെ സഹോദരി പുത്രനാണ് ഭാര്യ സുകന്യ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൊതുദർശനമോ റീത്ത് വയ്ക്കലോ ഒന്നും പാടില്ല എന്ന് അദ്ദേഹം ആഗ്രഹം പറഞ്ഞിരുന്നതിനാൽ അതൊന്നുമില്ലാതെ അദ്ദേഹം യാത്രയായി. ചിലവൂർ വേണു എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച ആ കലാകാരന്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാം. നമസ്കാരം. ഹിറ്റുകളുടെ കഥ എന്നുള്ള പങ്ക്തിയിൽ ഒരു വലിയ മെഗാ ഹിറ്റായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് തന്നെ ഒരു പുതിയ പന്താവ് വെട്ടി തുറന്നു കൊടുത്ത, അല്ലെങ്കിൽ ഒരു പുതിയ ടേസ്റ്റ് രൂപപ്പെടുത്തിയ സിനിമയായിരുന്നു ഹിറ്റുകളുടെ കഥയിൽ ഞാനിന്ന് പറയുന്നത്. മെലിഞ്ഞ ഒരു പെണ്ണ് ഇങ്ങനെ മുന്നിൽ നിൽപ്പുണ്ട്. അവളുടെ ചുണ്ടുകൾക്ക് മറ്റ് പല നായികമാർക്കും ഇല്ലാത്ത ചുവന്ന് മലർന്ന ചുണ്ടുകൾ, കാരുണ്യയാചിക്കുന്ന കണ്ണുകൾ, അടിഞ്ഞൊരിഞ്ഞ് കിടക്കുന്ന നനഞ്ഞ തലമുടി, ഒരു കല്ലമാല പോലും അവളുടെ കഴുത്തിലില്ല എന്നുള്ളതാണ്. ഒരു പുരുഷൻ്റെ ഒരു ഫുൾ കൈ വെള്ള ഷർട്ട് ഇട്ടിട്ട് അതല്പം ഉയർത്തി തൻ്റെ തുടകളിലെ എവിടെയോ എന്തോ ചെയ്ത മുറിവ് പരിശോധിക്കുന്ന പെണ്ണ്. 70കളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതിലുകളിൽ ഒട്ടിച്ചിരുന്ന ഒരു പോസ്റ്ററാണ് ഞാനീ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും പടവേ. പോസ്റ്റർ ഡിസൈനിങ്ങിൽ അക്കാലത്ത് സൂപ്പർ സ്റ്റാറായിരുന്ന SA നായർ ഡിസൈൻ ചെയ്ത വർക്കായിരുന്നു ഈ സിനിമയുടെ. ഈ പറഞ്ഞ ഈ നനഞ്ഞൊട്ടിയ ശരീരത്തിലിട്ടിരിക്കുന്ന വെള്ള ഉടുപ്പിട്ടിട്ട് തുടയിൽ നിന്ന് ഉടുപ്പ് ശാല ഉയർത്തി നോക്കുന്ന ആ പെണ്ണിൻ്റെ പോസ്റ്റർ SA നായരാണ് ചെയ്തത്. മുരളി മൂവീസിന് വേണ്ടി രാമചന്ദ്രൻ നിർമ്മിക്കുന്ന, ഷെരീഫ് തിരക്കഥ എഴുതുന്ന, വിപിൻ ദാസ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന IV ശശി സിനിമ എന്നായിരുന്നു ആ പോസ്റ്ററിൻ്റെ താഴെ എഴുതിയിരുന്നത്. ഷീബ ഫിലിംസ് ആയിരുന്നു വിതരണം. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ, അവളുടെ രാവുകൾ എന്നാണ് ആ പടത്തിൻ്റെ പേര്. നിഴലുകൾക്ക് ഒരു വെയിലിൻ്റെ ആയുസേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഒരു വെള്ളിയാഴ്ച നൂൺ ഷോ കഴിയുന്നതോടെ
ഒരു പുതുമുഖത്തിൻ്റെ തലവര മാറുമോ ഇല്ലേ എന്ന് സിനിമയിൽ തീരുമാനിക്കപ്പെടുന്നു. ഒറ്റ വെള്ളിയാഴ്ചയിൽ ആദ്യത്തെ മാറ്റിനി, അന്ന് ന്യൂൺ ഷോ ഇല്ല, ഒരു മാറ്റിനിയോടെ തീരുമാനിക്കാം ഈ വരുന്ന പുതുമുഖം രക്ഷപ്പെടുകയോ ഇല്ലേ. കോടമ്പക്കം ചൂളമേട്ടിൽ നിന്നും സിനിമയെന്ന എന്താ പറയുക മായാപ്രപഞ്ചത്തിലേക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, കലയെ ഉദ്ധരിക്കാനൊന്നുമല്ല, ജീവിക്കാൻ ഒരു വഴി എന്നുള്ള നിലയ്ക്ക് വന്ന ശാന്തി എന്ന് പറഞ്ഞ പെൺകുട്ടി സീമയായതും ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ന്യൂൺ ഷോയ്ക്കായിരുന്നു. ശരിക്കു പറഞ്ഞാൽ 1978 മാർച്ച് 3 അവളുടെ രാവുകൾ ആദ്യത്തെ പ്രദർശനം നടന്നപ്പോൾ തന്നെ തീരുമാനമായി ഇവൾ മലയാളത്തിൽ അടുത്ത ഒരു 10-15 വർഷക്കാലത്തേക്ക് തിരക്കുള്ള നായികയായി മാറുമെന്ന് നിശ്ചയിച്ച സിനിമയായിരുന്നു അവളുടെ രാവുകൾ. ഒറ്റ ചിത്രം കൊണ്ട് തന്നെ തെന്നിന്ത്യ എന്നല്ല, ഇന്ത്യയിലാകമാനം ശ്രദ്ധേയയായ നായികയായി മാറി ശാന്തി എന്ന സീമ. അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ് ഐ.വി. ശശി സംവിധാനം ചെയ്ത 19ാമത്തെ സിനിമയാണ്. ആ സിനിമയ്ക്ക് വേണ്ടി രാജി എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് പലരെയും കാണാൻ ശ്രമിച്ചു, പലരോടും കഥ പറഞ്ഞു. ഒരാളും എന്താ പറയുക ആ വേഷം ചെയ്യാൻ സന്നദ്ധയായില്ല. എനിക്കിപ്പോൾ തോന്നുന്നു അവരൊക്കെ പിന്മാറിയത് നന്നായി എന്ന്. കാരണം നല്ലൊരു അഭിനേത്രിയെ മലയാള സിനിമയ്ക്ക് അതിലൂടെ കിട്ടിയല്ലോ. ഇപ്പോൾ അക്കാലത്ത് പ്രശസ്തയായ ഏതെങ്കിലും ഒരു നടി ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് സീമയെ ലഭിക്കുമായിരുന്നു. സീമ അപ്പോഴും ഇപ്പോഴും ഒരു എന്താ പറയുക നൃത്ത സംവിധായികയായിട്ട് വൃന്ദയെ പോലെയോ മാധുരിയെ പോലെയോ അങ്ങനെയുള്ള കുറേ പേരുണ്ടല്ലോ, ശാന്തിയെ പോലെയോ ഒക്കെ ഒരു നൃത്ത സംവിധായികയായിട്ട് മാത്രം ഒതുങ്ങിപ്പോയാൽ. തലശ്ശേരി മാമ്പടം സ്വദേശി മാധവൻ നമ്പ്യാർ തമിഴ്നാട്ടിൽ TVS പാഴ്സൽ സർവീസിലെ ജീവനക്കാരനായിരുന്നു മാധവൻ നമ്പ്യാർ. തൃപ്പൂണിത്തുറ അമ്പലമേട് സ്വദേശിയായ വസന്തയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇവരുടെ മകളാണ് ശാന്തി എന്ന സീമ. സീമയ്ക്ക് 7 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും പിരിഞ്ഞു. അത് തന്നെ ആലോചിച്ച് നോക്കിയേ, പിന്നെ ജീവിതം എങ്ങനെയായിരിക്കും? മദ്രാസ് പോലുള്ളൊരു സിറ്റിയിൽ അച്ഛനും അമ്മയും പിരിയുകയും ആ കുട്ടിക്ക് 7 വയസ്സുമാണെങ്കിൽ ജീവിതം ദുസ്സഹമായിരിക്കുമെന്ന് പറയണ്ടല്ലോ. പിരിയാനായി പറഞ്ഞ കാരണത്തെപ്പറ്റി സീമ വളർന്ന ശേഷം, വലിയ സിനിമാ നടിയായ ശേഷം സീമ പറഞ്ഞത്, ബന്ധം വേർപിരിയാൻ തക്ക കുറ്റമൊന്നും എൻ്റെ അച്ഛൻ ചെയ്തിട്ടില്ല, പക്ഷേ എന്തുകൊണ്ടോ അച്ഛനും അമ്മയും പിരിഞ്ഞു. സിനിമാ ഡാൻസ് മാസ്റ്റർമാരായിരുന്ന തങ്കപ്പൻ മാസ്റ്ററുടെയും BR ചോപ്രയുടെയും സഹായിയായാണ് സിനിമയിൽ സീമ എത്തുന്നത്. കമൽഹാസനും തങ്കപ്പൻ മാസ്റ്ററിൻ്റെ ശിഷ്യനായിരുന്നല്ലോ. 1977 സംവിധായകൻ ബേബിയുടെ ഈ അവളുടെ രാവുകൾ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ബേബി സംവിധാനം ചെയ്യുന്ന നിഴലേ നീ സാക്ഷി എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് എന്താ പറയുക ശാന്തി മുഖം കാണിച്ചത്. പക്ഷേ ആ ചിത്രം മുടങ്ങിപ്പോയി. ഐ.വി. ശശിയുടെ ഈ മനോഹര തീരം എന്ന ചിത്രത്തിൽ ഒരു നർത്തകിയുടെ വേഷം, ഒരു ബാറിൽ ഒരു നർത്തകിയുടെ വേഷം ചെയ്തിരുന്നു. അത് മുമ്പ് ഈ മനോഹര തീരത്തെപ്പറ്റി ഏതൊരു വിഷയം ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു. കാറ്റ് വിതച്ചവൻ, കവിത എന്നീ 2 സിനിമകളുടെ കലാസംവിധായകനും അസോസിയേറ്റ് ഡയറക്ടറുമായിരുന്നു ഐ.വി. ശശി. 2 സിനിമകളും സംവിധാനം ചെയ്തത് ഐ.വി. ശശിയാണെന്നും ഫാദർ സുവിയോ അല്ലെങ്കിൽ നടി വിജയ നിർമ്മലയുടെയോ പേരുകൾ മാത്രമാണ് ആ സിനിമകളിൽ വച്ചതെന്നും അതിനപ്പുറം അവർക്ക് അതിലൊന്നും വലിയ റോളുകളില്ലായിരുന്നു എന്നുള്ള രഹസ്യം കോടമ്പക്കത്ത് ആ കാലത്ത് വലിയ പരസ്യമായിരുന്നു. അത് 2 ചെയ്തത് ഐ.വി. ശശിയാണെന്ന് സിനിമാക്കാർക്കെല്ലാം അറിയാം. ഇപ്പോൾ ഫാദർ സുവിയാണ് കാറ്റ് വിതച്ചവൻ ചെയ്തത്, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ള പാട്ടുള്ള. വിജയ നിർമ്മല ആദ്യമായി സംവിധാനം ചെയ്തു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സിനിമയാണ് കവിത. പക്ഷേ 2 ചെയ്തത് അസോസിയേറ്റ് ഡയറക്ടറായ ഐ.വി. ശശിയായിരുന്നു. ഈ 2 സിനിമകൾക്കും തിരക്കഥ എഴുതിയത് ആലപ്പി ഷെറീഫായിരുന്നു. അക്കാലത്ത് കോടമ്പക്കം റാം തിയേറ്ററിൻ്റെ പിറകിലുള്ള ഒരു ഇരുനില കെട്ടിടത്തിലായിരുന്നു ഐ.വി. ശശിയും ഷെറീഫും കോഴിക്കോട്ടുകാരനായ രാമചന്ദ്രൻ, ബിസിനസ്സുകാരനായ രാമചന്ദ്രനും A.V. ജോർജ്, പിന്നെ നമ്മുടെ സിനിമാ നടൻ ജനാർദ്ദനൻ എന്നിവരുടെ താമസം. അന്ന് പ്രശസ്തിയിലേക്ക് പതിയെ കയറി വരുന്ന നടൻ രവികുമാറും ഈ 5 അംഗ സംഘത്തിൻ്റെ കൂടെ ഗ്യാങ്ങായിട്ട് പകൽ മുഴുവൻ അവിടെ ഉണ്ടാവും വർക്കില്ലെങ്കിൽ. കോഴിക്കോട്ട് സ്വന്തമായി തിയേറ്ററൊക്കെ ഉള്ള രാമചന്ദ്രൻ ഉർവശി ഭാരതി എന്ന് പറഞ്ഞ തിക്കുറിശി മാമൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ നിർമ്മിച്ച ആളാണ്. പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു പോയി ഉർവശി ഭാരതി. ഒരു ദിവസം രാമചന്ദ്രൻ ഐ.വി. ശശിയോട് പറഞ്ഞു, ശശി, നീ മറ്റുള്ളവർക്ക് വേണ്ടി സിനിമ ചെയ്ത് നടക്കുന്നു,
അവർ നല്ലതുപോലെ കാശ് സമ്പാദിക്കുന്നു. ഇനി അത് വേണ്ട, നീ നിൻ്റെ പേര് വെച്ച് സംവിധാനം ചെയ്യുമെങ്കിൽ ഞാനൊരു പടം നിർമ്മിക്കാം എന്ന് രാമചന്ദ്രൻ പറഞ്ഞു. എൻ്റെ പേരിൽ സംവിധാനം ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല എന്നായിരുന്നു IV ശശിയുടെ മറുപടി. പല സംവിധായകരെക്കാൾ നന്നായി നീ സംവിധാനം ചെയ്യുന്നുണ്ട്. അക്കാര്യം എനിക്ക് മാത്രമല്ല, മലയാള സിനിമ രംഗത്തിന് മൊത്തം അറിയാം. നിനക്ക് ഇവിടുത്തെ പല സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്യുന്നവരെക്കാൾ കഴിവുള്ള ആളാണെന്ന്. അങ്ങനെയാണ് IV ശശി എന്ന സംവിധായകൻ്റെ ജനനം. ചിത്രം ഉത്സവം ആലപ്പി ഷെറീഫിൻ്റെ സ്വന്തം നോവൽ തന്നെ വിഷയമാക്കി. ചുറ്റിനും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമം, എന്നാൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത ഹതഭാഗ്യരുടെ ഗ്രാമമെന്ന് പറയാം. വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്ര എന്നൊരു പഴമൊഴിയുണ്ടല്ലോ. അതിലെ വെള്ളം സർവത്ര എന്ന പേരിലാണ് ഈ ഉത്സവം എന്ന് പറഞ്ഞ സിനിമ ചെയ്യാനിരുന്നത്. വെള്ളം സർവത്ര എന്നാണ് പടത്തിന് പേരിടാനിരുന്നത്. എറണാകുളത്ത് ഞാറയ്ക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പീറ്റർ ഞാറയ്ക്കൽ, രാജു ഞാറയ്ക്കലൊക്കെ ഇല്ലേ, അവരുടെ ആ ഞാറയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ലൊക്കേഷനായി തിരഞ്ഞെടുത്തത്. വള്ളത്തിൽ വെള്ളമെത്തിക്കുന്ന ഞാറയ്ക്കൽക്കാർക്ക് അവർക്ക് പറ്റിയ കഥയായിരുന്നു അവിടെ ഷൂട്ട് ചെയ്യാൻ ചെന്നത്. സ്റ്റുഡിയോയിലെ സെറ്റിലല്ലാതെ പൂർണ്ണമായും ഔട്ട്ഡോറിൽ ചിത്രീകരിക്കാവുന്ന വിഷയമായിരുന്നു. പക്ഷേ കുറച്ച് ഭാഗം മദ്രാസ് സെറ്റിലിട്ട് ഷൂട്ട് ചെയ്ത ശേഷമാണ് ഞാറയ്ക്കലിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ചിത്രത്തിൽ കാണുന്ന ഒരു തല്ലൊക്കെ ഉണ്ട്. അതിൽ ഒരു ഗ്രാമമല്ലേ, അവിടെ രണ്ട് കൂട്ടർ രണ്ടായിട്ട് നിന്ന് അടികൂടുന്നതൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഷൂട്ടിംഗ് കാണാൻ വന്ന ഞാറയ്ക്കലിലെ ഗ്രാമവാസികളാണ്. ഒറിജിനൽ തല്ലായിരുന്നു, അതാണ് ചിത്രീകരിച്ചത്. അപ്പോൾ ആ സിനിമയിൽ ആരെ നായകനാക്കാമെന്നുള്ള ചർച്ച നടക്കുക. കാറ്റ് വിതച്ചവനിൽ വില്ലൻ വേഷം ചെയ്യാമെന്ന KP ഉമറുമായിട്ട് നല്ല ആത്മബന്ധമായിരുന്നു ശശിക്ക്, IV ശശിക്ക്. പ്രശസ്തനായ ഒരു നായകൻ വേണം എന്തായാലും. അക്കാലത്ത് പ്രശസ്തനായ നായകൻ എന്ന് പറഞ്ഞാൽ പ്രേം നസീർ ഇല്ലാത്ത ചുക്കില്ലാത്ത കഷായം എന്ന് പറയും പോലെ പ്രേം നസീർ ഇല്ലാത്ത ഒരു മലയാള സിനിമയും വിജയിക്കാത്ത കാലഘട്ടമായിരുന്നു. അപ്പോൾ നസീർ ഇല്ലാത്ത ഒരു സിനിമ ചിന്തിക്കാൻ പോലും പറ്റില്ല. നസീറും ഫാസിയും ഇല്ലാത്ത സിനിമ ഒരു കാലത്ത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. KP ഉമറിനെ നായകനാക്കിയാലോ എന്നാണ് കോഴിക്കോട്ടുകാരനായ IV ശശിക്ക് തോന്നിയത്. അതിനൊരു കാരണം, അദ്ദേഹം KP ഉമറും കോഴിക്കോട്ടുകാരനാണല്ലോ, ആ സ്നേഹവും കൂടി ഉണ്ടെന്ന് വയ്ക്കാം. നായകനാകാൻ IV ശശി KP ഉമറിനെ ക്ഷണിച്ചു. നിൻ്റെ ജീവിതം തുലയ്ക്കാൻ പോവുകയാണോ എന്നാണ് ആദ്യം ഉമർ സാർ ചോദിച്ചത്. ഞാനാണത്ര ഹീറോ, ഞാൻ ഹീറോ ആയാൽ പടം കാണാൻ ആര് വരും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി ഉമർ സാറ് ഉത്സവത്തിൻ്റെ നായകനായി. ക്യാമറാമാൻ ബിപിൻ ദാസ് സംവിധാനം ചെയ്ത പ്രതിധ്വനിയുടെ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അഭിനയിക്കുന്ന റാണി ചന്ദ്രയുമായിട്ട് IV ശശി മാനസികമായി അടുത്തു. നല്ല പ്രണയതാക്കളായി എന്ന് തന്നെ പറയാം. നല്ല സ്നേഹിച്ചു, അവർ രണ്ടുപേരും നന്നായിട്ട് സ്നേഹിച്ചു. IV ശശിയെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് റാണി ചന്ദ്രയാണ്. റാണി ചന്ദ്രയുടെ പ്രകൃതം വേണമെങ്കിൽ അങ്ങനെയെന്ന് പറയാം. കാരണം പരിചയപ്പെടുന്നവരെല്ലാം വേണ്ടപ്പെട്ട ആളുകളാക്കും. അത് ഞാനിടെ മദ്രാസ് പ്രതിനിധിയായിരുന്ന മധുവയ്പ്പനെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. മധുവയ്പ്പനയ്ക്ക് ശേഷം ഞാനിടെ പ്രതിനിധിയായി ചെന്ന ബാലചന്ദ്ര മേനോനുമായിട്ടും നല്ല ആത്മബന്ധമായിരുന്നു റാണിചന്ദ്രയ്ക്ക്. അപ്പോൾ IV ശശി തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ റാണിചന്ദ്രയെ പ്രേമിച്ചിരുന്നു എന്ന്. റാണിചന്ദ്രയുടെ വീട്ടിൽ തലസ്ഥാനത്തുനിന്ന് ഒരു പണച്ചാക്കായ രണ്ട് സഹോദരന്മാർ, തിരുവനന്തപുരത്തെ ഒരു വലിയ പണച്ചാക്കിൻ്റെ രണ്ട് സഹോദരന്മാർ. ഇനി ഞാനത് പറഞ്ഞ് എൻ്റെ കാലും കയ്യൊക്കെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആ പേര് പറയുന്നില്ല. അതിൽ ഒരുത്തൻ വേറൊരു വലിയ നായികയെ കീപ്പാക്കി എടുത്തു. രണ്ടാമത്തവൻ റാണിചന്ദ്രയുടെ ഒരു കീപ്പെന്ന് പറയാമെന്ന് എനിക്കുണ്ട്. റാണിചന്ദ്രയെ അയാൾ എന്തായാലും വലവീശി പിടിച്ചു. അങ്ങനെ സ്ഥിരമായിട്ട് റാണിചന്ദ്രയുടെ വീട്ടിൽ ഈ തിരുവനന്തപുരത്ത് നിന്ന് ചെന്ന സഹോദരന്മാരിൽ, പണച്ചാക്ക് സഹോദരന്മാരിൽ ഒരുത്തൻ സ്ഥിരമായിട്ട് ചെല്ലുമായിരുന്നു. അവരുമ്മിൽ എന്തോ മാനസികമായോ ശാരീരികമായോ ഒക്കെ അടുപ്പമുണ്ടായി എന്ന് മനസ്സിലായി. ഇതറിഞ്ഞ IV ശശി റാണിചന്ദ്രയോട് തുറന്നു പറഞ്ഞു, അയാൾ ഇനി ഇവിടെ വരരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് റാണിചന്ദ്രയോട് തുറന്നു പറഞ്ഞു. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും സ്വന്തം ചുമലിൽ പേറുന്ന ഹതഭാഗ്യയായിരുന്നു റാണിചന്ദ്ര. കാരണം അച്ഛൻ, സഹോദരൻ, 3 സഹോദരിമാർ ഒക്കെ ഉള്ളതാണ്. അച്ഛനും സഹോദരനെന്ന് പറഞ്ഞാൽ
സുഖലോലുപന്മാരാണ്. വെള്ളമൊക്കെ അടിച്ച് കോണിരിഞ്ഞ് അടക്കുക എന്നുള്ള, അല്ലാതെ ഒരു രൂപ ജോലിക്ക് പോവുകയൊന്നും ചെയ്യില്ല. സഹോദരൻ എനിക്ക് തോന്നുന്നു നേവിയിലോ എയർഫോഴ്സിലോ എന്ത് ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞിട്ട് റാണിചന്ദ്ര സിനിമാ നടിയായപ്പോൾ സഹോദരിയെ സഹായിക്കാനെന്ന് പറഞ്ഞ് മദ്രാസ് വന്ന് പെറ്റ് കിടപ്പുണ്ടെല്ലാം കൂടി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഭാരം ചുമക്കുന്ന ആളായിരുന്നതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് എന്ന പണച്ചാക്കിൻ്റെ കയ്യിലേക്ക് വീണത് എന്ന് തോന്നുന്നു. സിനിമാ നടിയുടെ അച്ഛൻ, സഹോദരൻ എന്ന ജാടയിൽ കുടിച്ചു മതിച്ച് നടക്കുന്നവരായിരുന്നു റാണിചന്ദ്രയുടെ അച്ഛനും സഹോദരനും ഒക്കെ. റാണിചന്ദ്രയ്ക്ക് എന്നും അവർ തലവേദനയുമായിരുന്നു. തിരുവനന്തപുരത്തു നിന്നും സിനിമാ നഗരിയിലെത്തിയ പണത്തിൻ്റെ ഹൂങ്കിൽ അനുജനും ജ്യേഷ്ഠനും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെപ്പാട്ടിമാരായി പ്രശസ്തരായ ഓരോ നടികളെ വേണം, കാശ് എത്രയും ചെലവിടാം എന്നുള്ള ഒരു അഹങ്കാരമുള്ളവരായിരുന്നു അവർ. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ റാണിചന്ദ്രയോടൊപ്പം കൂടിയവനെ കൊല്ലണമെന്നൊക്കെ അക്കാലത്ത് ഐ വി ശശി പ്ലാൻ ചെയ്തു. യവനെ തട്ടണം, ഞാൻ പ്രണയിക്കുന്ന പെണ്ണിൻ്റെ പുറകെ വീട്ടിൽ വന്ന് കയറുന്ന യവനെ തട്ടണമെന്നൊക്കെ ഐ വി ശശി ചിന്തിച്ചിരുന്നു. ഇതെങ്ങനെ അദ്ദേഹം മരിച്ചുപോയില്ലേ, ഇനി അതൊക്കെ പറയാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ടത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. എന്തായാലും റാണിചന്ദ്രയെ തന്നെ ഉത്സവത്തിലെ നായികയായിട്ട് ഉറപ്പിച്ചു. തുടക്കക്കാരിയായ ശ്രീവിദ്യയും രാഘവനും ഒക്കെ ഉണ്ടായിരുന്നു, വിൻസെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഉത്സവത്തിൽ. കമൽഹാസനും ഐ വി ശശിയും താമസിച്ചിരുന്ന വീടുകൾ അപ്പുറം ഇപ്പുറം ഒരു 5 അടി വീതിയുള്ളൂ, ഇവിടുന്ന് ചാടാം. കമൽഹാസൻ പലവട്ടം ചാടുമായിരുന്നു. ചാടുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഈ ജനാർദ്ദനൻ, നമ്മുടെ നടൻ ജനാർദ്ദനൻ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഇവിടുന്നെങ്കിലും ബീഫോ ചിക്കനോ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിട്ട് വേവിച്ച് മസാലയൊക്കെ ചേർത്ത് കറി വയ്ക്കുമ്പോൾ അതിൻ്റെ മണം അപ്പുറത്തെ വീട്ടിലെ ബ്രാഹ്മണ യുവാവായ കമൽഹാസൻ അവിടെ ഇരുന്ന് മണം പിടിക്കും. പക്ഷേ അയാളുടെ വീട്ടിൽ ബ്രാഹ്മണനായതുകൊണ്ട് നോണൊന്നും വയ്ക്കില്ല. ഈ ജനാർദ്ദനാണെങ്കിൽ സ്ഥിരമായിട്ട് ഇത്തരം കുക്കിങ്ങിൻ്റെ ആശാനുമാണ്. ഇറച്ചിയും മീനും ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആ മണം അടിക്കുമ്പോൾ ഈ 5 അടിയുള്ള ആ കെട്ടിടത്തിൽ നിന്ന് ഈ കെട്ടിടത്തിലേക്ക് കമൽഹാസൻ ചാടി ചെല്ലുമായിരുന്നു, ഇറച്ചി കഴിക്കാൻ, മീൻ കഴിക്കാനൊക്കെ. അങ്ങനെ ചാടി ഒരിക്കൽ താഴെ വീണ് കാലുളുക്കുകയൊക്കെ ചെയ്തു കമൽഹാസൻ്റെ. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള കമൽഹാസനെ എന്താ പറയുക, നായകനാക്കിയാലോ എന്ന് ചിന്തിച്ചു ഉത്സവത്തിൽ. പക്ഷേ കുട്ടിത്തം വിട്ടുമാറാത്ത മുഖമുള്ള കമൽ ആ വേഷം ചെയ്താൽ നിൽക്കില്ല എന്ന് ഐ വി ശശിക്ക് തന്നെ തോന്നി. അങ്ങനെ ഉമ്മർ നായകനായി ഐ വി ശശി ആദ്യ ചിത്രം തീർത്തു, ഉത്സവം. അപ്പോൾ വെള്ളം സർവത്ര എന്നിടാത്ത നന്നായി എന്ന് തോന്നും ഇല്ലേ. ഉത്സവം തന്നെയാണ് ആ പടത്തിന് രസകരമായ പേര്. വിതരണത്തിനായി ഉത്സവത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം പെട്ടിയും തൂക്കി അതിൻ്റെ ആൽബവുമായിട്ട് ഈ രാമേന്ദ്രനെ നിങ്ങൾക്ക് നല്ല പരിചയം കാണും, മുരളി മൂവീസ് രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. ഒരുപാട് വിതരണക്കാരെ കണ്ടു. അപ്പോൾ ഈ കവിതയും കാറ്റ് വിതച്ചവനും ഒക്കെ എടുത്ത് വിതരണം ചെയ്ത് ജിയോ കുട്ടപ്പനായിരുന്നു. അദ്ദേഹത്തിൽ പോയി കണ്ടു. കാരണം ഈ 2 പടത്തിൽ നിന്നും വിതരണം ചെയ്ത ജിയോ കുട്ടപ്പന് നല്ല ലാഭം കിട്ടിയതാണ്. അപ്പോൾ പോയി കണ്ടപ്പോൾ ജിയോ കുട്ടപ്പൻ പറഞ്ഞു, എനിക്കിത് വിതരണത്തിന് എടുക്കാൻ പറ്റില്ല. ഈ വള്ളം തുറഞ്ഞു കിടക്കുന്ന ഉമ്മറിൻ്റെ പടം വെച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചാൽ ആര് കാണാൻ എന്നൊക്കെ പറഞ്ഞു വിടും. 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഐ ശശി ഇല്ലേ, എങ്ങനെയെങ്കിലും അതൊന്ന് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞ് ജിയോ കുട്ടപ്പനെ കാണുമായിരുന്നു. അവസാനം ജിയോ കുട്ടപ്പൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, സംവിധാനം മേൽനോട്ടം എ ബി രാജ്, തൻ്റെ ഗുരുനാഥനായ എ ബി രാജിൻ്റെ പേര് വയ്ക്കാമെങ്കിൽ ഞാൻ ഈ പടം വിതരണം ചെയ്യാം. ഐ വി ശശിക്ക് സമ്മതമായിരുന്നു. കാരണം എന്ത് വേണം വയ്ക്കാം, കാരണം കണ്ടവൻ്റെ പേരിൽ സംവിധാനം ചെയ്യാമെങ്കിൽ പിന്നെ ഈ പടത്തിൽ സംവിധാനം മേൽനോട്ടം എന്ന് വെച്ചാൽ എന്താണെന്നായിരുന്നു ഐ വി ശശിയുടെ ചിന്ത. പക്ഷേ മുരളി മൂവീസ് രാമേന്ദ്രൻ പറഞ്ഞു, എത്ര വർഷം ഈ സിനിമ പെട്ടിയിലിരുന്നാലും ശരി, അങ്ങനെ ചെയ്യില്ല, ഈ സിനിമ ഐ വി ശശിയുടെ ആദ്യത്തെ സിനിമ തന്നെ ആയിരിക്കും എന്ന് വാശി പിടിച്ചു. അങ്ങനെ ഒടുവിൽ കലാനിലയം കൃഷ്ണൻ നായർ സാറിനെ കണ്ടു. അദ്ദേഹം ഒരു വിതരണ കമ്പനി തുടങ്ങാൻ, മകൻ്റെ പേരിൽ ജീവൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു വിതരണ കമ്പനി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന സമയമായിരുന്നു. ഉത്സവത്തിൻ്റെ കഥ മുഴുവൻ പറഞ്ഞു. ഇങ്ങനെ മുരളി മൂവീസ് രാമേന്ദ്രൻ എടുത്താണ്. രാമേന്ദ്രൻ ഉർവശി ഭാരതി എന്ന് പറഞ്ഞ സിനിമ എടുത്ത് തെക്കുറിശി മാമൻ ചെയ്ത് ഒരുപാട് പൈസ പോയി. ഈ പടം ഒരുപാട് വിതരണക്കാരെ കണ്ടിട്ട് നടക്കുന്നില്ല, ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ജീവൻ പിക്ചേഴ്സിൻ്റെ ആദ്യത്തെ പടമായിട്ട് ഉത്സവം റിലീസ് ചെയ്തു. 6 സ്റ്റേഷനിലാണ് പടം റിലീസ് ചെയ്തത്. കോഴിക്കോട് രാധാ തിയേറ്ററിലായിരുന്നു റിലീസ്. തിയേറ്ററിൻ്റെ എതിർവശത്തുള്ള ലോഡ്ജിൽ തലേ ദിവസം തന്നെ വന്ന ഐ വി ശശിയും മുരളി മൂവീസ് രാമചന്ദ്രനും കൂടി മുറിയെടുത്തു. ബാൽക്കണിയിലിരുന്നാൽ, ആ ലോഡ്ജിലെ ബാൽക്കണിയിലിരുന്നാൽ രാധാ തിയേറ്ററിലേക്ക് ആരൊക്കെ പോകുന്നു എന്ന് റോഡിൻ്റെ എതിർവശത്തുള്ള തിയേറ്ററിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ കാണാം. ഉത്സവത്തിൻ്റെ ആദ്യ ഷോയ്ക്ക് 4 or 5 പേരാണ് ടിക്കറ്റ് എടുത്ത് കയറിയത്. ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും ആരുമില്ലാതെ ഷോ നടന്നില്ല. ആദ്യ ദിവസം തന്നെ ഉത്സവം ഹോൾഡ് ഓവറായി. ശനിയാഴ്ച മാറ്റിനിക്ക് എണ്ണത്തിൽ
അല്പം ആൾക്കൂട്ടം ഉണ്ടായി. രാമചന്ദ്രൻ ബാൽക്കണിയിലിരുന്ന് രാധയിൽ വരുന്നവരെ എണ്ണിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് ഊണുമില്ല ഉറക്കവുമില്ല. പടം വീണു എന്ന് മനസ്സിലായപ്പോൾ ഐ വി ശശി കട്ടിൽ തന്നെ കിടന്നു. കാരണം ഇനി രക്ഷയില്ല, പൊളിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷേ ശനിയാഴ്ച ആയപ്പോൾ ആളല്പം കൂടി. പടം വീണു എന്ന് ഉറപ്പിച്ച ഐ വി ശശിയാണ് ആകാശത്ത് നോക്കി ഇനി എന്ത് എന്നുള്ള രീതിയിൽ കിടന്നത്. കാരണം ഇത് ചെയ്യേണ്ടായിരുന്നു എങ്കിൽ എനിക്ക് ഒരുപാട് കലാ സംവിധാനവും മറ്റുള്ളവരുടെ പേരിൽ സംവിധാനമൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. ഇനിയിപ്പോൾ സംവിധായകനായതുകൊണ്ട് ആരും വിളിക്കില്ല. ശനിയാഴ്ച സെക്കൻഡ് ഷോയ്ക്ക് ആളുകൾ മോശമല്ലാതെ കൂടി. എത്ര പേര് ടിക്കറ്റ് എടുത്ത് കയറി എന്നുള്ള എണ്ണം രാമേന്ദ്രൻ പറഞ്ഞപ്പോൾ ഐ വി ശശിക്ക് അതൊരു തമാശയായിട്ട് തോന്നി. കള്ളം പറയാതെ നീ തമാശ അടിക്കുകയാണോ എന്നുള്ളതായിരുന്നു ഐ വി ശശിയുടെ ചിന്ത. ഞായറാഴ്ച മാറ്റിനി മുതൽ പടത്തിൻ്റെ സ്വഭാവം മാറി, തിയേറ്ററുകൾ നിറഞ്ഞു തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഉത്സവം എന്ന് പറഞ്ഞ പടം കാണാൻ തിരക്കോട് തിരക്കായിരുന്നു. എന്നാൽ പിന്നെ ഇനി അടുത്ത സിനിമയെ പറ്റി ചിന്തിക്കാം എന്നായി ഇരുവരും. ഉത്സവം ഐ വി ശശി എന്ന സംവിധായകനെ മലയാളിക്ക് സമ്മാനിച്ചു. 80ഓളം സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ആളാണ് ഷെരീഫ്. ഞാൻ മാറ്റയുടെ ഒരു യോഗത്തിന് പോയിട്ട് GS വിജയനുമായിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ മകനോ ആരോ നടത്തുന്ന ഒരു പുതിയ റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റിൽ കയറി അദ്ദേഹത്തെ കണ്ടു. എന്തൊരു എളിമയുള്ള മനുഷ്യനെന്നറിയാം. ഒരുപാട് നേരം സംസാരിച്ചു. പിരിയാൻ നേരം എന്നോട് പറഞ്ഞു, മോനെ ഇനിയും ഇതുവഴി കടന്നു പോകുമ്പോൾ എന്നെ കാണണം വന്ന് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അദ്ദേഹം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. ഷെരീഫ് ഒരു വാരികയ്ക്കായി എഴുതിയ നോവലാണ് അവളുടെ രാവുകൾ പകലുകൾ. അതാണ് നോവലിൻ്റെ പേര്, അവളുടെ രാവുകൾ പകലുകൾ. സംവിധായകൻ ആകുന്നതിന് മുമ്പേ ഷെരീഫ് എഴുതിയ നോവലുകൾക്ക്, ചന്ദ്രിക വാരികയിലൊക്കെ വരുന്ന അദ്ദേഹത്തിൻ്റെ നോവലുകൾക്ക് ഇല്ലസ്ട്രേഷൻ വരയ്ക്കുന്നത് ഐ വി ശശിയായിരുന്നു. പല പ്രൊഡ്യൂസർമാരോടും ഷെരീഫ് ഈ കഥ പറഞ്ഞു, അവളുടെ രാവുകൾ പകലുകളുടെ കഥ പറഞ്ഞു. കഥ കൊള്ളാം, പക്ഷേ കുടുംബ സദസ്സിന് പറ്റിയതല്ല എന്ന് പറഞ്ഞ് ഈ കഥ കേട്ടവരെല്ലാം പിന്മാറി. സെക്സ്, ആൻറ്റി സെൻറ്റിമെൻ്റൽ, ഓടില്ല എന്ന് മുൻധാരണയോടെ തന്നെ എല്ലാവരും സംസാരിച്ചു. കഥ കേട്ടവരൊക്കെ ഇത് പറഞ്ഞപ്പോൾ ഈ കഥ ഇനി ആരോടും പറയണ്ട എന്ന് ഷെരീഫും തള്ളി. ഉത്സവത്തിൽ തുടങ്ങിയ ഐ വി ശശി തൻ്റെ 18ാമത്തെ സിനിമ ഹൈദരാബാദിൽ ചിത്രീകരിക്കുകയാണ്. അവിടെ ഷെരീഫും ഉണ്ട്. വെറുതെ ചെന്നതാണ് ഷെരീഫ്, കാരണം അത് പാറപ്പുറമാണ് സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. ഒരു നാൾ സുഹൃത്ത്, ഈ നേരത്തെ പറഞ്ഞ മുരളി മൂവീസ് രാമചന്ദ്രൻ, ഹൈദരാബാദിലെ ലൊക്കേഷനിൽ ചെന്നു. മടങ്ങുമ്പോൾ അദ്ദേഹം ഷെരീഫിനെയും കൂടെ കൂട്ടി മദ്രാസിൽ വന്ന് അടുത്ത സിനിമയ്ക്കായി ഒരു കഥയ്ക്ക് വേണ്ടി കാത്തിരുന്നു. പല പല ചർച്ചകൾ നടത്തി. പ്രശസ്തരായ പല എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ സംഘടിപ്പിച്ച് വായിച്ചു. രാമചന്ദ്രനും ഷെരീഫും കാശ് മുടക്കി പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്ന ശീലമുള്ളവരാണ്. വായനകൾക്കും ചർച്ചകൾക്കുമിടയിൽ രാമചന്ദ്രൻ തിരക്കി, ആശാൻ്റെ ആ തേവടിച്ച് കഥയില്ലേ, ആലോചിച്ച് നോക്കിയേ. അവളുടെ രാവുകൾ പകലുകൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഷെരീഫിൻ്റെ നോവലിനെ കുറിച്ച് രാമചന്ദ്രൻ ചോദിക്കുകയാണ്, ആശാൻ്റെ ആ തേവടിച്ച് കഥയില്ലേ, അത് നമുക്ക് സിനിമയാക്കിയാലോ? അതൊരു കുടുംബചിത്രത്തിന് പറ്റിയ കഥയല്ലല്ലോ എന്നായി ഷെരീഫ്. ചിലപ്പോൾ കൈപൊള്ളാം, അത് വലിയ റിസ്ക്കാണ് രാമേന്ദ്ര. ഷെരീഫ് ശരിക്കും പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തി രാമേന്ദ്രനെ. കാരണം ഒരുപാട് വലിയ നിർമ്മാതാക്കളോട് പറഞ്ഞിട്ട് ചെയ്യാത്ത പടമല്ലേ. സുഹൃത്തായ രാമചന്ദ്രൻ ഇനി അത് ചെയ്ത് കൈപൊള്ളണ്ട എന്നായിരുന്നു ഷെരീഫിൻ്റെ തീരുമാനം. ഓട്ടാശാനെ 1-2 ലക്ഷം പോണെങ്കിൽ പോട്ടെ, ഇതായിരുന്നു രാമേന്ദ്രൻ്റെ മറുപടി. നമുക്ക് ആ തേവടിച്ച് കഥ ചെയ്യാം എന്നായിരുന്നു രാമചന്ദ്രൻ്റെ ഉറച്ച തീരുമാനം. രാമചന്ദ്രൻ ഒരു ധനികനല്ല. ഉണ്ടായിരുന്ന കോഴിക്കോട്ടെ തിയേറ്റർ പോലും സിനിമയ്ക്കായി വിറ്റ് തുലച്ച ആളാണ് മുരളി മൂവീസ് രാമേന്ദ്രൻ. കടം വാങ്ങാനുള്ള ധൈര്യം മാത്രമാണ്, അപാരമായ ധൈര്യമായിരുന്നു മുരളി മൂവീസ് രാമേന്ദ്രൻ എന്ന് പറയുന്നു. എന്നിട്ട് അതിൻ്റെ പലിശ കൊടുത്ത് മുടിഞ്ഞു വരുമ്പോൾ അച്ഛൻ സമ്പാദിച്ചിട്ടിരിക്കുന്ന കുറേ വസ്തു അങ്ങ് വിൽക്കും നാട്ടിൽ ചെന്ന്, എന്നിട്ട് ആ കടം അങ്ങ് തീർക്കും. അതിലൊന്നും ഒരു കൂസലുമില്ലാത്ത ആളായിരുന്നു മുരളി മൂവീസ് രാമേന്ദ്രൻ. തേവടിച്ച് കഥയെപ്പറ്റി ആലോചിച്ചിരിക്കുമ്പോൾ ഒരു നാൾ പ്രശസ്ത നിർമ്മാതാവും വിതരണക്കാരനുമായ പാവമണി കയറി വന്നു. ഷീബ ഫിലിംസിൻ്റെ ഉടമ പാവമണിയുടെ ഷീബ ഫിലിംസ് ഷെരീഫിൻ്റെയും രാമചന്ദ്രൻ്റെയും സിനിമകൾ വിതരണം ചെയ്തിട്ടുണ്ട്. വന്ന വാക്കിലെ പാവമണി ചോദിച്ചു, രാമേന്ദ്ര എന്തായി പുതിയ കഥ? ഉടനെ നടപ്പില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് കൈ കൊടുക്കും. അപ്പോൾ രാമേന്ദ്രൻ പാവമണിയോട് സംസാരിച്ചിരുന്നു, ഞാനൊരു സിനിമ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഷീബ ഫിലിംസ് തന്നെ വിതരണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നതാണ്. പക്ഷേ അത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഉടനെ നിങ്ങളൊരു സിനിമ ചെയ്തില്ല എങ്കിൽ
ഞാൻ വേറെ ആർക്കെങ്കിലും കൈ കൊടുക്കും. അപ്പോൾ രാമേന്ദ്രൻ പറഞ്ഞു, ഒരു കഥയുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. 10 മിനിറ്റ് കൊണ്ട് ഷെരീഫ് അവളുടെ രാവുകൾ പകലുകൾ എന്ന് പറഞ്ഞ സിനിമയുടെ നോവലിൻ്റെ കഥ പറഞ്ഞു. ഇതാണോ കഥ? ഈ കഥ സിനിമയാക്കി കുടുംബ പ്രേക്ഷകരെ വിളിച്ചിറക്കി കാണിക്കാൻ പറ്റുമോ? ഞാനില്ല എന്ന് പറഞ്ഞ് പാവമണി പിന്മാറും എന്നാണ് രണ്ടുപേരും കരുതിയത്. രാമേന്ദ്രനും കരുതി, ഷെരീഫും കരുതി. പക്ഷേ സംഗതി തിരിഞ്ഞുപോയി. പാവമണി പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ തേവടിശ്ശി കഥ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ കഥ നമ്മൾ എടുക്കുന്നു. അതിനുവേണ്ടി എത്ര പണം ചിലവാക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ പൈസ തരാം. രാമേന്ദ്രൻ തുടങ്ങിക്കോ. ആര് പറയും? ഐ വി ശശി വിളിച്ച് കാര്യം പറഞ്ഞു. ഹൈദരാബാദിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ തേവടിശ്ശി കഥ പാവമണി വിതരണം എടുക്കാമെന്ന് പറയുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ മുരളി മൂവീസിൻ്റെ അടുത്ത സിനിമയായിട്ട് അതങ്ങ് ചെയ്യണം. രാമചന്ദ്രൻ്റെ മുരളി മൂവീസിനായി ഞാൻ എഴുതിയ അവളുടെ രാവുകൾ പകലുകൾ ചെയ്യുന്നു, പാവമണി വിതരണം ഏറ്റു എന്ന് പറയുമ്പോൾ ഐ വി ശശിക്ക് സമ്മതം. കാരണം ഐ വി ശശിക്ക് കഥ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ ലക്കം ചന്ദ്രിക വാര്യയ്ക്ക് വേണ്ടി നോവലുകൾ, ഏത് നോവൽ എഴുതിയാലും അതെല്ലാം എഴുതി കഴിഞ്ഞാൽ ഉടൻ വായിക്കുന്ന ആളാണ് ഐ വി ശശി. അതുകൊണ്ട് തന്നെ ഷെരീഫിൻ്റെ അവളുടെ രാവുകൾ പകലുകൾ എന്ന് പറഞ്ഞ കഥ, നിങ്ങളുടെ കഥ എന്താണ്, കേൾക്കട്ടെ എന്നൊന്നും കേൾക്കേണ്ട ആവശ്യം ഐ വി ശശിക്കില്ല. അദ്ദേഹം സമ്മതിച്ചു. തിരക്കഥ എഴുത്ത് ആരംഭിച്ചു. മുരളി മ്യൂസ് രാമേന്ദ്രൻ ഷെരീഫിന് കൂട്ടിരുന്നു. രണ്ടുപേരും കൂടെ ഇരുന്ന് സിനിമയുണ്ടാക്കി, തിരക്കഥയുണ്ടാക്കി. 1978 കാലം. കേരളത്തിലെ മതിലായ മതിലുകളെല്ലാം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഷർട്ട് പൊക്കി നോക്കി നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ, വെള്ള ഉടുപ്പിട്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ പോസ്റ്റർ നിരന്നു. ഒരു പുരുഷൻ്റെ വെള്ള ഷർട്ട് മാത്രമിട്ട് തുടയിലെ മുറിവ് ഷർട്ട് പൊക്കി നോക്കുന്ന ആ പെണ്ണിൻ്റെ പോസ്റ്റർ എന്തുകൊണ്ടോ മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ചു. മെലിഞ്ഞ പെണ്ണ്, അഴിഞ്ഞൊലിഞ്ഞ് കിടക്കുന്ന തലമുടി, കരുണയാചിക്കുന്ന കണ്ണുകൾ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുവന്നു തൊടുത്ത മലർന്ന ചുണ്ടുകൾ. വേറൊരു നായികയ്ക്കും സീമയുടെ പോലെ ചുണ്ടില്ലല്ലോ. അവൾക്ക് താഴെ മുരളി മൂവീസിന് വേണ്ടി രാമചന്ദ്രൻ നിർമ്മിക്കുന്ന അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ ആ പോസ്റ്റർ കേരളത്തിലെ മതിലായ മതിലുകളിൽ മുഴുവൻ ഒട്ടി. ശാന്തി എന്ന തങ്കപ്പൻ മാസ്റ്ററുടെ ശിഷ്യയ്ക്ക് സീമ എന്ന് പേരിട്ടത് ഐ വി ശശിയാണ് എന്ന് കരുതുന്നവർ ധാരാളമുണ്ട്. കാരണം ഈ അവളുടെ രാവുകൾ നിങ്ങൾ കണ്ടു നോക്കൂ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖ നായിക സീമ എന്നാണ് എഴുതി കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും ശാന്തിക്ക് സീമ എന്ന് പേരിട്ടത് ഐ വി ശശി തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ല. ശാന്തിയുടെ ആദ്യ നായകൻ ആയിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നത് മീശ വിജയനായിരുന്നു. അറിയാമല്ലോ, മരിച്ചുപോയ തമിഴിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ, പശിയടക്കം ഒരുപാട് സിനിമകൾ ചെയ്ത മീശ വിജയൻ. അദ്ദേഹമായിരുന്നു ആദ്യ സിനിമയിൽ ശാന്തിയുടെ നായകൻ. ബേബി ആയിരുന്നു സംവിധായകൻ. നിഴലേ നീ സാക്ഷി എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അപ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് ശാന്തിമാരുണ്ട്. ഡിസ്കോ ശാന്തി അടക്കം ഒരുപാട് ശാന്തിമാരുണ്ട്. അതുകൊണ്ട് ബേബി പറഞ്ഞു, നമുക്ക് ഈ പേര് മാറ്റണം. വിജയ, ഒരു പേര് പറ, നീ പറയുന്ന പേരിടാം എന്ന് മീശ വിജയനോട് സംവിധായകൻ ബേബി പറഞ്ഞു. സംവിധായകൻ ബേബി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ലിസ അടക്കമുള്ള ഒരുപാട് ഹൊറർ സിനിമകൾ ചെയ്ത ബേബി. അങ്ങനെ വിജയനാണ് ശാന്തിക്ക് പേരിട്ടത് സീമ എന്ന്. പക്ഷേ ഒരുപാട് സിനിമാ പ്രസിദ്ധീകരണങ്ങളിലും ചർച്ചകളിലും ഒക്കെ പറയുന്നത് ഐ വി ശശിയാണ് സീമ എന്ന് പേരിട്ടെന്നാണ് പറഞ്ഞത്. അല്ല, മീശ വിജയനാണ് പേരിട്ടത്. അവളുടെ രാവുകളുടെ ടൈറ്റിലിൽ അങ്ങനെ ഇട്ടിരിക്കുന്നുണ്ടായിരിക്കാം അത് ശാന്തി മാറ്റി സീമ എന്നിട്ടത് ഐ വി ശശിയാണെന്ന് വിശ്വസിക്കുന്നത്. അവളുടെ രാവുകളിൽ നായികയായിട്ട് രാജിയാകാനായിട്ട് അന്നത്തെ നിരവധി നടിമാരെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരുപാട് നായികമാരെ കണ്ടു. സെക്സി വേഷങ്ങൾ ചെയ്യുന്നവരും ഗ്ലാമർ വേഷം ചെയ്യാൻ ഒരു മടിയില്ലാത്തവരുമായ നായികമാരെ പോലും കണ്ടു. പക്ഷെ അവരെല്ലാം പറഞ്ഞത് ശരീരപ്രദർശനം നടത്താൻ പ്രശ്നമൊന്നുമില്ല, എത്ര പടത്തിൽ നടത്തിയിരിക്കും, കിടപ്രസീനിൽ അഭിനയിക്കാനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു വേശ്യയുടെ വേഷം ചെയ്യാൻ വയ്യ. അങ്ങനെ പറഞ്ഞ് പ്രശസ്തരായ ആളുകളൊക്കെ മാറി. നല്ല റോളാണ്, പക്ഷേ അത് ഞാൻ ചെയ്താൽ എൻ്റെ ഇമേജ് മാറിപ്പോകുമെന്നായിരുന്നു അവരെല്ലാം പിന്മാറാൻ കാരണം. അക്കാലത്ത് സെക്സ് ബോംബെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ശരീരപ്രദർശനത്തിന് യാതൊരു മടിയുമില്ല, നിർലോഭം ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്ന ആളായിരുന്നു ഉണ്ണിമേരി. ഉണ്ണിമേരിയോട് പോലും അവളുടെ രാവുകളിലെ രാജിയാകാമോ എന്ന് ഐ വി ശശി തിരക്കിയിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേശ്യയായിട്ട് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉണ്ണിമേരി പോലും പിന്മാറി. അപ്പോഴേക്കും ഐ വി ശശിക്കും രാമേന്ദ്രനും വാശിയായി. അത് ശരി, അങ്ങനെ ഒരുത്തികളും അഭിനയിക്കില്ല എങ്കിൽ നമുക്ക് ഒരു പുതിയ മുഖത്തെ, ഒരു പുതിയ പെൺകുട്ടിയെ കണ്ടെത്താം എന്നായി അവർ. സോമനും സുകുമാരനും രവികുമാറും ഒക്കെ തിരക്കുള്ള കാലമാണ്. അവർ നൽകിയ ഡേറ്റുകൾ
ക്ലാഷ് ആകാം, ഷൂട്ടിങ്ങിന് നീണ്ടു പോയാൽ ക്ലാഷ് ആവാം എന്നവർക്ക് മനസ്സിലായി. ഈ ചർച്ചയോട് ചർച്ച നടത്തിയിട്ട് ഒരു കാര്യമില്ല, എത്രയും പെട്ടെന്ന് നായികയെ കണ്ടെത്തണം എന്ന് തീരുമാനിച്ചു. പലരുടെയും പേരുകൾ പലരും പറഞ്ഞു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേന്ന് വരെ നായികയ്ക്കായുള്ള അന്വേഷണം നടന്നു. അപ്പോഴാണ് IV ശശിക്ക് പെട്ടെന്നൊരാളെ ഓർമ്മ വന്നത്. അദ്ദേഹം അവസാനം ചെയ്ത ഈ മനോഹര തീരം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് ക്ലബ് ഡാൻസ് നടത്താനായി ഡാൻസ് ട്രൂപ്പിലെ ഒരു വെളുത്ത പെൺകുട്ടി വന്നിരുന്നു. ജയൻ്റെ നായികയായിട്ട് ആ പടത്തിൽ അഭിനയിക്കുന്നത് രാജഗോഖലെയാണ്. ഇത് ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞു തോന്നുന്നു. രാജഗോഖലെ ജയൻ്റെ നായികയായിട്ട് വെച്ചപ്പോൾ അത് പോരാ, ആ ഡാൻസ് ചെയ്യാമെന്ന് പുറത്ത് നിൽക്കുന്നില്ല ആ വെളുത്ത പെൺകുട്ടി, ആ പെൺകുട്ടിയെങ്കിലും വയ്ക്കി എന്ന് എന്താ പറയുക, IV ശശി ഉപദേശിച്ചത് കലു ഡെന്നീസായിരുന്നു. അങ്ങനെ പറഞ്ഞു, അത് പറ്റില്ല, നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ രാജഗോഖലെ വരും, അവരെ നായികയായിട്ട് ഫിക്സ് ചെയ്തിട്ട് പിന്നെ അവരെ മാറ്റി ഡാൻസ് ഗ്രൂപ്പിലുള്ള ആ പെൺകുട്ടിയെ വയ്ക്കാനൊക്കെ പറഞ്ഞു. അത് നടക്കില്ല ഡെന്നീസേ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, നിരുത്സാഹപ്പെടുത്തി IV ശശി. പെട്ടെന്ന് IV ശശിക്ക് അത് ഓർമ്മ വന്നു കലു ഡെന്നീസ് പറഞ്ഞത്. കാരണം പോകാൻ നേരത്ത് എന്തായാലും രാജഗോഖലയെ കൊണ്ട് ആ വേഷം ചെയ്യിക്കുള്ളൂ, ഈ കുട്ടി കൊടുക്കില്ല എന്ന് പറഞ്ഞ് എല്ലാ സംസാരം കഴിഞ്ഞ് പോകാൻ നേരത്ത് കലു ഡെന്നീസ് പറഞ്ഞു, ഇവളുടെ ഡേറ്റിനായി നമ്മൾ ഒരു കാലത്ത് കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കലൂരാൻ പോയത്. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് എന്താ പറയുക, IV ശശി ആലോചിച്ചു. ഈ മനോഹര തീരത്തിലാണെങ്കിലും മധുവും ജയനും രാജഗോഖലെയും ഒക്കെ ഉള്ള ഒരു പാർട്ടി സീനാണ്, ഒരു പാട്ട് സീനാണ്. ആ പാട്ടിൽ സ്റ്റേജിൽ നിന്ന് ഹരിഹര സാറാണ് പാടുന്നത്, സംവിധായകൻ ഹരിഹരനാണ് പാടുന്നത്. അതിൻ്റെ മുന്നിലൂടെ തുള്ളിക്കളിച്ച് അല്പവസ്ത്രം മാത്രം ധരിച്ച് ഡാൻസ് ചെയ്യുന്ന വേഷമായിരുന്നു അതിൽ ശാന്തിക്ക് കൊടുത്തിരുന്നത്. എന്തായാലും ഈ വേഷം ചെയ്യാൻ അവൾ സൂട്ടബിൾ ആയിരിക്കുമെന്ന് IV ശശിയുടെ മനസ്സ് പറഞ്ഞു. തടിച്ചു ചുവന്ന ചുണ്ടുകളും വശ്യതയാർന്ന കണ്ണുകളും നല്ല മേനിക്കൊഴുപ്പും നല്ല നിറവുമൊക്കെയുള്ള അവളെ നായികയാക്കാം, 100% വിജയിക്കുമെന്ന് IV ശശിക്ക് തോന്നി. അവൾ മതി എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. നല്ല സമയത്തായിരിക്കും നിശ്ചയിച്ചത്. കാരണം പിന്നെ അവർ ശശിയേട്ടൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയല്ലോ, 2 കുട്ടികളുടെ അമ്മയായി, നല്ല കുടുംബജീവിതമായിരുന്നല്ലോ. ഉടനെ അവളെ വിളിക്കാൻ ആളെ വിട്ടു. നാളെ രാവിലെ ഉറപ്പായും എത്തണമെന്ന് ചട്ടം കിട്ടി. നൃത്തരംഗം കമ്പോസ് ചെയ്യാനോ നൃത്തം ആടാനോ ആകുമെന്ന് ശാന്തി കരുതി. ചെന്ന് വിളിച്ചവൻ കാര്യം പറഞ്ഞില്ല. നായികയാണ്, അവർ പോയ ആളിനെ അറിയില്ലായിരിക്കും. IV ശശിയുടെ ഒരു പുതിയ പടം നാളെ രാവിലെയാണ് പൂജ, കൃത്യമായിട്ട് AVM സ്റ്റുഡിയോയിൽ എത്തണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമായിരിക്കും പറഞ്ഞത്. അപ്പോൾ അവർ വിചാരിച്ചു വല്ല ഡാൻസ് കമ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ മനോഹര തീരത്തിൽ ചെയ്ത പോലെ ഒരു ഡാൻസ് ചെയ്യാനോ ആയിരിക്കുമെന്ന് അവർ കരുതി കാണും. പൂജയ്ക്ക് സമയമായി. വിശിഷ്ട അതിഥികൾ പുതുമുഖ നായികയെ കാണാനായിട്ട് കാത്തു നിന്നു. ക്യാമറയ്ക്ക് മുന്നിലേക്ക് ശാന്തി എത്തി. വിവിധ ആംഗിളുകളിൽ അവളെ പകർത്തി. പല ഭാഗങ്ങൾ, പല ഭാവ പ്രകടനങ്ങൾ, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ശശിയേട്ടൻ പകർത്തി. പക്ഷേ ഡാൻസ് ചെയ്യാനോ ഡാൻസ് കമ്പോസ് ചെയ്യാനോ പറഞ്ഞാൽ എന്നെ കൊണ്ട് എന്തിനാ, കരയി ചിരി, അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക്, ദുഃഖം കാണിക്കുക, സങ്കടം കാണിക്കുക, പൊട്ടിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തിനെന്ന് ശാന്തിക്ക് മനസ്സിലായില്ല. എന്തിനത് ഇവർ ഇത്രയും ഷോട്ടുകൾ എടുക്കുന്നു എന്നായിരുന്നു അവരുടെ ചിന്ത. എടുത്ത ഷോട്ടുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് AVMൻ്റെ ലാബിലെത്തിച്ചു. അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് കൊണ്ടുവന്നാലേ പ്രൊഡക്ഷൻ ഇട്ട് കാണാൻ പറ്റും. അതിനുവേണ്ടി കാത്തിരുന്നു. ആ ഗ്രൂപ്പിൽ IV ശശിയുടെ ആ ഗ്രൂപ്പിൽ സജീവമായ നടൻ രവികുമാറിനോട് ശാന്തി പതിയെ അടുത്ത് നിന്ന് തിരക്കി. സാർ அந்த ക്യാമറ ടെസ്റ്റൊക്കെ എതുക്ക് എന്ന് ചോദിച്ചു. നീതാ இந்த പടത്തിലെ ഹീറോയിൻ, அதுக்கு தான் இந்த ടെസ്റ്റ് എന്നായി രവികുമാർ. നീയാണ് ഈ പടത്തിലെ നായിക, അതിനു വേണ്ടിയാണ് ഈ ക്യാമറ ടെസ്റ്റൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞു. ഹീറോയിനാ? ഞാനാ? അവർ ഞെട്ടിപ്പോയി. ഞെട്ടിത്തെറിച്ചു പോയ ശാന്തി ഒരു നിമിഷം കഴിഞ്ഞ് ഞാനാണ് ഈ പടത്തിലെ നായിക എന്നുള്ള കാര്യം ആലോചിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. കാരണം വരാൻ പോകുന്ന റിസൾട്ടിനെ പറ്റിയുള്ള ആകുലത അല്ല അവരെ കൊണ്ടായിരുന്നത്, തൻ്റെ ഭാവിയെ പറ്റിയായിരുന്നു. ഈ സിനിമയിൽ ഞാൻ നായികയായാൽ എൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് ഓർത്തപ്പോഴാണ് അവർ കരഞ്ഞു പോയത്. കാരണം റിസൾട്ട് നെഗറ്റീവായാൽ ഫീൽഡിൽ മുഴുവൻ വാർത്ത പരക്കും. IV ശശിയുടെ പുതിയ സിനിമയിലേക്ക് നായികയായിട്ട് ഈ ഡാൻസർ ശാന്തിയെ വിളിച്ച് കുറേ ഷോട്ടൊക്കെ എടുത്ത് ഡെവലപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ഇവൾ വകയ്ക്ക് കൊള്ളില്ല എന്ന് കേട്ടപ്പോൾ അവളെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് സിനിമയിൽ നിൽക്കാൻ പറ്റില്ല. അതുപോലെ അങ്ങനെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ എന്ത് പറ്റും? കിട്ടിക്കൊണ്ടിരുന്ന നൃത്ത അവസരങ്ങളൊക്കെ നഷ്ടപ്പെടും.
ചിലപ്പോൾ ഡാൻസ് മാസ്റ്റർ തന്നെ പറയാം, നീ അതിൽ നായികാനൊക്കെ പോയല്ലേ, ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമാകെ കുളമാകും. അപ്പോൾ വാടക വീട്ടിൽ അമ്മയും മകളുമായിട്ട് അവർ രണ്ടുപേരും മാത്രം ഒരു കൊച്ചു വാടക വീട്ടിൽ താമസിക്കുന്ന കാലമല്ലേ, പിന്നെ എങ്ങനെ ജീവിക്കും എന്നാലോചിച്ചപ്പോഴാണ് അവർക്ക് സങ്കടം വന്നത്. അവർ രവികുമാറിനോട് പറഞ്ഞു, എനിക്ക് നായികയാകണ്ട സാർ, എനിക്ക് ഇതുപോലെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി. തമിഴിൽ ശാന്തി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കരഞ്ഞത്. എല്ലാവരും അവളെ ആശ്വസിപ്പിച്ചു. പതിയെ പതിയെ ശാന്തിക്ക് പനിക്കാൻ തുടങ്ങി. ആർട്ടിസ്റ്റുകൾക്ക് താമസിക്കാനായി ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ ശാന്തിക്കായി പറഞ്ഞിരുന്ന മുറിയിൽ അവരെ കൊണ്ട് കിടത്തി. പ്രിൻ്റ് അടിച്ച് ഡെവലപ്പ് ചെയ്ത് വന്നു. ആ സ്ക്രീനിലിട്ട് കണ്ടു. എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു, അവളുടെ രാവുകളുടെ രാജി ശാന്തി തന്നെ എന്ന് നിശ്ചയിച്ചു. ശാന്തിയുടെ പനി തിരക്കി. എങ്ങനെയുണ്ട്, പനി കുറഞ്ഞോ എന്ന് തിരക്കാനായിട്ട് രവികുമാർ ശാന്തിയുടെ റൂമിൽ ചെന്നു. അവൾ നല്ല ഉറക്കം. ഒഴുകിയ കണ്ണീർ ചാലുകൾ കവിളുകളിൽ ഉണങ്ങി പറ്റി പിടിച്ചിരിക്കുന്നു. അദ്ദേഹം ശാന്തിയെ ഉണർത്തിയില്ല. മേശപ്പുറത്ത് അവളുടേതായി കിടന്ന ഒരു നോട്ട് പുസ്തകം അതെടുത്ത് മറിച്ച് നോക്കിയപ്പോൾ എന്തൊക്കെയോ തമിഴിൽ എഴുതിയ ചില സിനിമാ പാട്ടുകൾ, പിന്നെ കടത്തിൻ്റെയൊക്കെ എന്തോ കണക്കുകൾ ഒക്കെ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു നോട്ട് ബുക്കാണ് മേശപ്പുറത്ത് ആകപ്പാടെ ശാന്തിയുടെ വകയായിട്ട് കിടക്കുന്നത്. അതിൽ നിന്നും ഒരു പേജ് കീറി രവികുമാർ എഴുതി, യു ആർ ദ ഹീറോയിൻ ഓഫ് 78. നീയാണ് 1978 മലയാള സിനിമയിലെ നായിക എന്ന് എഴുതി വെച്ചിട്ട് അദ്ദേഹം പോയി പുറത്തേക്ക് പോയി. അദ്ദേഹം വിളിച്ച് ഉണർത്തിയൊന്നുമില്ല. AVMൽ നിന്നുള്ള റിസൾട്ട് പോസിറ്റീവാണ് എന്നോ തൻ്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിക്കാനുള്ള ഈ സിനിമ നിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ പച്ചക്കൊടി കാണിക്കുകയാണെന്നോ ദൈവം പച്ചക്കൊടി കാണിക്കുകയാണോ എന്നൊന്നും അറിയാതെ സീമ എന്താ പറയുക, ഭംഗിയായിട്ട് ഉറങ്ങി. അശാന്തമായ മനസ്സുമായി ഒരുപാട് ചിന്തകളുമായി പാവം ആ പെൺകുട്ടി ഉറങ്ങി. മദ്രാസിൽ 17 ദിവസവും കോഴിക്കോട്ട് 7 ദിവസവും ചിത്രീകരിച്ചു അവളുടെ രാവുകൾ. മദ്രാസിൽ പവർ കട്ടുള്ള കാലത്താണ് അവളുടെ രാവുകൾ ചിത്രീകരിക്കുന്നത്. ഷൂട്ടിംഗ് യൂണിറ്റിൻ്റെ കൂടെ ജനറേറ്റർ ഇല്ലാത്തതിനാൽ കറണ്ട് വരുന്നത് നോക്കിയിരുന്നായിരുന്നു ചിത്രീകരണം. ഷൂട്ടിങ് ഭംഗിയായി തീർത്തു. എഡിറ്റിങ്ങും കഴിഞ്ഞ് ഡബ്ബിങ് സമയത്താണ് ആര് ശാന്തിക്കായി ഡബ്ബ് ചെയ്യുമെന്നുള്ള ആലോചന നടന്നത്. കാരണം തമിഴ് കലർന്ന മലയാളമല്ലേ സീമയ്ക്ക് പറയാനറിയാമോ. കോട്ടയം ശാന്തി എന്ന സീമയ്ക്ക് വേണ്ടി ആദ്യമായി ശബ്ദം നൽകി. അവളുടെ രാവുകളുടെ ശബ്ദം കോട്ടയം ശാന്തിയുടെയാണ്. അവളുടെ രാവുകളിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ എന്താണ് വേഷം, എത്ര സെക്സി ആകേണ്ടി വരും എന്നൊന്നും ശാന്തി തിരക്കിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരൊരു അഭിനയിക്കാൻ നായികയാവാനല്ലല്ലോ വന്നത്. അതുകൊണ്ട് ഇതൊന്നും ചോദിക്കാതെയാണ് വന്നത്. ഡാൻസ് കമ്പോസർ, നർത്തകി എന്ന നിലയിൽ ഭേദപ്പെട്ട പ്രശസ്തിയുള്ള സമയമാണപ്പോൾ. അച്ഛനുപേക്ഷിച്ച് പോയ അമ്മയെ നന്നായി നോക്കണം എന്ന ചിന്ത മാത്രം. അതിനായി പണം വേണം. അതിനുവേണ്ടിയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. കൂടെ അഭിനയിക്കുന്ന രവികുമാർ പറഞ്ഞപ്പോഴാണ് ഞാനിതാ നായികയാവുന്നു എന്ന് അവരറിഞ്ഞത്. അവളുടെ രാവുകളുടെ ഭൂരിഭാഗം സീനുകളും ഒരു മുറിയിലാണ് ചിത്രീകരിച്ചത്. എന്നും ചെല്ലും, പറയുന്ന പോലെയൊക്കെ അഭിനയിക്കും. കാശൊന്നും കിട്ടാതെ വന്നപ്പോൾ എന്നും അഭിനയം മാത്രമേ ഉള്ളൂ, കാശൊന്നും കിട്ടുന്നില്ല. വീണ്ടും ഡാൻസ് കമ്പോസിങ്ങിന് പോകാമെന്ന് സീമ ഉറപ്പിച്ചു. ഇതറിഞ്ഞ ഐ വി ശശി തടഞ്ഞു. പടം തീരുന്നവരെ പോകരുത് എന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു. കാശ് തരാതെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്നായി സീമ. അന്ന് ഐ വി ശശി 1000 രൂപയുടെ ഒരു ചെക്ക് എഴുതി സീമയ്ക്ക് കൊടുത്തു. അതാണ് സിനിമയിൽ കിട്ടിയ, നടി എന്നുള്ള നിലയ്ക്ക് കിട്ടിയ ആദ്യത്തെ പ്രതിഫലം. പടം തീർന്നപ്പോൾ മുരളി മ്യൂസ് രാമചന്ദ്രൻ 2000 രൂപ കൂടെ കൊടുത്തു. അങ്ങനെ 3000 രൂപയ്ക്കാണ് അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ സിനിമയിലെ രാജി എന്ന വേഷം ആദ്യമായി സീമ ചെയ്തത്. അഭിനയിച്ച് തുടങ്ങിയപ്പോൾ പല രംഗങ്ങളും സീമയ്ക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു. MG സോമനുമായിട്ടുള്ള ഹോട്ടൽ റൂം സീനൊക്കെ എടുക്കുമ്പോൾ താൻ എന്തോ തെറ്റ് ചെയ്യുന്നു എന്ന ഒരു ഫീലിംഗ് ആയിരുന്നു അവർക്ക്. കൂടെ അമ്മയൊന്നും വരില്ല, ഒറ്റയ്ക്കല്ലേ വരുന്നേ. അപ്പോൾ അല്പം ന്യൂഡായിട്ടൊക്കെ അഭിനയിക്കുന്ന സീനെടുത്തപ്പോൾ ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്യുകയല്ലേ എന്ന് അവർക്ക് തോന്നി. പലവട്ടം ബാത്റൂമിൽ കയറി അവർ കരഞ്ഞു. ഐ വി ശശിയോട് അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. പടമായി കണ്ടപ്പോഴാണ് രാജിയെ മനസ്സിലായത്. ജീവിക്കാൻ വേണ്ടി പൊരുതുന്ന ആത്മാഭിമാനമുള്ള രാജി. 1978 അവളുടെ രാവുകൾ റിലീസ് ചെയ്തു. 1980 സീമ ഐ വി ശശിയുടെ
വി ശശിയുടേതായി എന്ന് പറയാം, ഭാര്യയായി, കല്യാണം കഴിച്ചു. മുരളി മൂസ് രാമേന്ദ്രനെ പറ്റി പറയുകയാണെങ്കിൽ കോഴിക്കോടിന് സമീപം പാണപ്ര എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. ചേളാരിക്ക് മുമ്പുള്ള 1 കിലോമീറ്റർ ഇറങ്ങിക്കഴിഞ്ഞാൽ പാങ്ങമ്പാറയിലെ മുരളി തിയേറ്ററായി. പക്ഷേ മാങ്ങമ്പാറ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. ഓരോ സിനിമ വരുമ്പോഴും ഇന്ന് എത്ര കളക്ഷൻ എന്ന് നോക്കി നിൽക്കുന്ന ഈ തിയേറ്ററിൻ്റെ ഉടമയാണ് മലയാള സിനിമയിൽ ട്രെൻഡ് സെറ്റർ ഉണ്ടാക്കിയതെന്നോ വി ശശി എന്ന സംവിധായകനെയും സീമ എന്ന നായികയെയും നൽകിയതെന്നോ അറിയാവുന്നവർ ചുരുക്കമാണ് എന്ന് പറയാം. കാരണം അദ്ദേഹത്തിന് നല്ല ഫോട്ടോകൾ പോലും കിട്ടാനില്ല. മുരളി തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്നവർക്കും അറിയില്ല ഇദ്ദേഹമാണ് വി ശശി ആദ്യമായിട്ട് സംവിധാനം ചെയ്യിച്ചതെന്നോ ഇദ്ദേഹമാണ് സീമ എന്ന് പറഞ്ഞ നടിയെ കണ്ടെത്തിയതെന്നോ ഒന്നും അവർക്കൊരവസരം കൊടുത്തത് ഇദ്ദേഹമാണെന്നോ സിനിമ കാണാൻ വരുന്നവർ മുരളി തിയേറ്ററിൽ വന്ന് പടം കാണുന്നവർക്ക് പോലും അറിയില്ലായിരുന്നു. 1973 രാമചന്ദ്രൻ സിനിമാ നിർമ്മാതാവിൻ്റെ കുപ്പായം അണിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ തെക്കുറിശിയുടെ സംവിധാനത്തിൽ ചെയ്ത ഉർവശി ഭാരതി. പ്രേം നസീറും ജയഭാരതിയും പ്രധാന വേഷക്കാർ. സുധീർ, രാഘവൻ, വിൻസെൻ്റ്, മുത്തയ്യ, ഫാസി, ശോഭന തുടങ്ങിയവരും ഉർവശി ഭാരതിയിലുണ്ടായിരുന്നു. പക്ഷേ സിനിമ പൊളിഞ്ഞുപോയി. മലപ്പുറത്തെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്നാണ് രാമചന്ദ്രൻ്റെ വരവ്. ഉർവശി ഭാരതി പൊളിഞ്ഞതോടെ ഇനി സിനിമ നിർമ്മിക്കാനില്ല എന്ന് രാമേന്ദ്രൻ ഉറപ്പിച്ചു. മുരളി തിയേറ്റർ പോലെ മറ്റൊരു തിയേറ്റർ കൂടി കെട്ടണം എന്ന് മാത്രമായിരുന്നു അക്കാലത്തെ ചിന്ത. അതിനായി ലൈസൻസൊക്കെ വാങ്ങാൻ ഓടി നടക്കുന്നതിനിടയിലാണ് രാമചന്ദ്രൻ മറ്റൊരു ഗ്യാങ്ങിനോടൊപ്പം ചേരുന്നത്. കലാസംവിധായകനും മറ്റുള്ളവരുടെ പേരിൽ സംവിധാനം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത്രകലയിൽ അജയനായ കോഴിക്കോട്ടുകാരൻ ഇരിപ്പം വീട്ടിൽ ശശി എന്ന് പറഞ്ഞ ആളിനെ മദ്രാസിൽ വെച്ച് പരിചയപ്പെടുന്ന അക്കാലത്താണ്. ഇരിപ്പം വീട്ടിൽ ശശിയാണ് വി ശശി. നോവലിസ്റ്റും തിരക്കഥാകാരനുമായ ആലപ്പി ഷെരീഫ് എന്ന ഷെരീഫ്. പിന്നെ മൂവരും ഒന്നിച്ചായി യാത്രയും ചർച്ചയും താമസവും ഒക്കെ. അങ്ങനെ വി ശശി എന്ന സംവിധായകൻ്റെ ആദ്യ ചിത്രം പിറന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉത്സവം. മുരളി തിയേറ്റർ ഉടമയായ രാമേന്ദ്രൻ മുരളി മൂസ് രാമേന്ദ്രനായി പെട്ടെന്ന് മാറി. അവളുടെ രാവുകൾ 3 ലക്ഷം രൂപയ്ക്കാണ് അക്കാലത്ത് നിർമ്മിച്ചത്. പടം അന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ നേടി. ഔട്ട്സൈഡ് കേരള 45,000 രൂപയ്ക്കാണ് വിറ്റത്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ കളിക്കാനായിട്ട് 45,000 രൂപയ്ക്കാണ് വിറ്റത്. അക്കാലത്ത് മറ്റ് ഭാഷകളിലെല്ലാം കൂടി ആ വിതരണം എടുത്തവൻ 50 ലക്ഷം രൂപയോളം നേടിയെന്നാണ് പറയുന്നത്. കേരളത്തിൽ പടം തകർത്തോടിയെങ്കിലും അത് പാവമണിക്കാണ്, ഷീബ ഫിലിംസിൻ്റെ ഉടമയ്ക്കാണ് അതിൻ്റെ ഗുണമുണ്ടായത്. എന്നാൽ പാപഭാരം മുഴുവൻ മുരളി മൂവീസ് രാമേന്ദ്രന് കിട്ടി. എടാ ദ്രോഹി, മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു സെക്സ് പടം എടുത്തു, ഒരു പെണ്ണിൻ്റെ ശരീരം കാണിച്ച് നീ മലയാള സിനിമ വഴിതെറ്റിച്ചു എന്നുള്ള പാപഭാരം ഒരുപാട് ബുദ്ധിജീവികൾ എഴുതി തകർത്തു അവളുടെ രാവുകളെക്കുറിച്ച്. മലയാളത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അക്കാലത്ത് റിവ്യൂകൾ എഴുതിയിരുന്നു. ആ പരാതികൾ മുഴുവൻ രാമചന്ദ്രന് കിട്ടി. നിശ്ചിതമായി രാമചന്ദ്രനെ വലിച്ചു കീറി എന്ന് പറയാം. 3-ാം കിട സെക്സ് പടമെന്ന മുദ്ര കുത്തി അവളുടെ രാവുകളെ. മലയാള സിനിമയുടെ സംസ്കാരത്തെ മലീമസമാക്കിയ സിനിമ എന്ന പണ്ഡിത വരേണ്യവർഗം നിരൂപണം എഴുതി തോൽപ്പിക്കാൻ നോക്കിയിട്ടും അവളുടെ രാവുകൾ ഒരു ട്രെൻഡ് സെറ്ററായി മാറി. വമ്പൻ വിജയമായിട്ടും മുരളി മൂവീസ് പിന്നീടെടുത്ത സിനിമകൾ എന്തുകൊണ്ടോ അവളുടെ രാവുകളെ പോലെ വിജയ സിനിമകളായിരുന്നില്ല. വി ശശിയുടെ തന്നെ ഇണ എന്ന് പറഞ്ഞ സിനിമ രാമേന്ദ്രൻ്റെ ബാനറിന് തന്നെ അപമാനമായി മാറി. ഒരു ഇംഗ്ലീഷ് കാസറ്റ് ചുരണ്ടിയതാണല്ലോ ഇണ. ആകെയുള്ളത് കൃഷ്ണേന്ദ്രൻ പാടിയ നല്ല 2-3 പാട്ടുകളുണ്ട്. BK-ൻ്റെ പ്രേമവും വിവാഹവും എന്ന കഥയെടുത്ത് സത്യനന്ദിക്കാരനെ കൊണ്ട് അപ്പുണ്ണി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. മോഹൻലാൽ, നെടുപടി വേണു, മേനകി അഭിനയിച്ച, ഭരത് ഗോപി അഭിനയിച്ച മനോഹരമായ സിനിമയാണ്. എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത സിനിമയാണ് അപ്പുണ്ണി. അതുമാത്രമാണ് അവളുടെ രാവുകൾക്ക് ശേഷം മുരളി മൂവീസ് രാമേന്ദ്രൻ്റെ ശ്രദ്ധേയമായ ഒരു സിനിമ എന്ന് പറയാം. നിർമ്മാണ രംഗത്ത് രാമചന്ദ്രൻ പരാജയമായി. തിയേറ്റർ അന്യാധീനപ്പെട്ടു. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു നനച്ചിരിക്കാത്ത നേരത്ത് സ്ട്രോക്ക് വന്നു. ദീർഘകാലം ചികിത്സ വേണ്ടി വന്നു. മുഖം ഒരു വശം കോണിപ്പോയി ഇങ്ങനെ. സ്ട്രോക്ക് വന്നാൽ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. സംസാരം വ്യക്തമല്ലാതായി. മുരളി മൂവീസ് അവസാനമായി ചെയ്ത സിനിമ സംവിധാനം ചെയ്തത് വി ശശിയുടെ പ്രധാനപ്പെട്ട സിനിമകളൊക്കെ ചെയ്തിരുന്ന എഡിറ്റർ നാരായണനായിരുന്നു. പടം പൂർത്തിയാക്കിയിട്ടും തിയേറ്ററിലെത്താതെ നീണ്ടു പോയി. സുന്ദരിമാരെ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു പടത്തിൻ്റെ പേര്. 1995 ഈ സിനിമ തിയേറ്ററിൽ വന്ന് ദയനീയമായി പരാജയപ്പെട്ടു. ഷെരീഫ് തിരക്കഥ എഴുതിയ സിനിമയായിട്ടും ദേവനും ശാരിയും രോഹിണിയൊക്കെ അഭിനയിച്ച സിനിമയായിട്ടും ആ സിനിമ ദയനീയമായി പരാജയപ്പെട്ടു തിയേറ്ററിൽ.
ഐ വി ശശിയുടെ പ്രധാന സിനിമകളൊക്കെ എഡിറ്റ് ചെയ്ത കെ നാരായണൻ സംവിധാനം ചെയ്ത സിനിമയായിട്ടും തൻ്റെ ഉത്തമ സുഹൃത്തായ മുരളി മൂവീസ് രാമേന്ദ്രൻ നിർമ്മിച്ചിട്ടും സുന്ദരിമാരെ സൂക്ഷിക്കുക പെട്ടിയിൽ വർഷങ്ങളോളം കിടന്നപ്പോൾ ഐ വി ശശി സഹായിച്ചില്ല എന്നും പുറത്തു വരാതിരിക്കാൻ ഈ പടം പുറത്തു വരാതിരിക്കാൻ ഐ വി ശശി കളിച്ചു എന്നൊക്കെ അക്കാലത്ത് ഒരുപാട് ഗോസിപ്പുകൾ പുറത്തു വന്നു. പക്ഷേ ഐ വി ശശി അതിന് പ്രതികരിക്കുകയൊന്നും ചെയ്തില്ല. മുരളി മൂവീസ് രാമേന്ദ്രൻ്റെ അവസാന സിനിമയായിരുന്നു ഈ ചിത്രം. വൈകാതെ അദ്ദേഹം വിട പറഞ്ഞു. ഐ വി ശശിയുടെ കഥ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. അദ്ദേഹം 100 മലയാള സിനിമകൾ, ഉത്സവം മുതൽ 100 മലയാള സിനിമകൾ സംവിധാനം ചെയ്തു. 7 തമിഴ് ചിത്രങ്ങൾ, 7 ഹിന്ദി ചിത്രങ്ങൾ, 2 തെലുങ്ക് ചിത്രങ്ങൾ, അങ്ങനെ 116 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനിച്ചു. ഈ 116 സിനിമകളെപ്പറ്റി പറയുമ്പോഴും ഐ വി ശശി എന്ന ക്രാഫ്റ്റ് മാനെക്കുറിച്ച് ഓർക്കുന്നത് അവളുടെ രാവുകൾ സംവിധാനം ചെയ്ത ഐ വി ശശി എന്നുള്ള നിലയിൽ തന്നെയാണ്. രസകരമായ ഒരു കൊച്ചു കഥ കൂടെ പറഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. കമൽഹാസനും വാണി ഗണപതി, കമൽഹാസൻ ആദ്യം കല്യാണം കഴിച്ച ഭാര്യയാണല്ലോ വാണി ഗണപതി. അപ്പോൾ കമൽഹാസൻ വാണി ഗണപതിയെ കല്യാണം കഴിച്ചു. അതിൻ്റെ വിവാഹ പാർട്ടി ബോംബെയിലാണ്. ആ പാർട്ടിയിൽ പങ്കുകൊള്ളാൻ വേണ്ടി 2 പേർ ചെന്നൈയിൽ നിന്നും ബോംബെക്ക് പോയി. പാർട്ടി കഴിഞ്ഞ് ഈ 2 പേരും ഒരു സിനിമ കാണാനിറങ്ങി. ചിത്രം അവളുടെ രാവുകൾ. ബോംബെ കളിക്കുകയാണ്. അത് കാണാനായിട്ട് പോയി. ബോംബെയിൽ റിലീസായിട്ട് ആഴ്ചകളായി. അവിടെ ഞായറാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ അക്കാലത്തുള്ളൂ. പക്ഷേ അവളുടെ രാവുകൾ റിലീസ് ചെയ്തിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ട് നിറഞ്ഞ സദസ്സിൽ ഓടുകയാണ്. നിലയ്ക്കാത്ത ജനപ്രവാഹം തിയേറ്ററിൻ്റെ മുന്നിൽ. ക്യൂ നിന്നിട്ടൊന്നും രക്ഷയില്ല. ടിക്കറ്റ് ക്ലോസ്. നോക്കുമ്പോൾ ടിക്കറ്റ് ബ്ലാക്കിൽ വിൽക്കുന്നുണ്ട്. 10 രൂപ ടിക്കറ്റിന് 100 രൂപയാണ് ബ്ലാക്കിൽ വിൽക്കുന്നത്. അതിനും ജനം തള്ളുകയാണ്. ഈ മദ്രാസിൽ നിന്ന് പോയ ഈ 2 പേര് 2 ടിക്കറ്റ് 200 രൂപ കൊടുത്ത് വാങ്ങി. തിയേറ്ററിനകത്ത് കയറി 2 പേരും പടം കണ്ടു തുടങ്ങി. ഭാഷ അറിയാത്തവർ പോലും നിശബ്ദരായിരുന്ന് സിനിമ കാണുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ 200 രൂപ കൊടുത്ത് 2 ടിക്കറ്റ് എടുത്ത ഈ മദ്രാസിൽ നിന്ന് കമൽഹാസൻ്റെ വിവാഹ പാർട്ടിക്ക് പോയ 2 പേരും കരിഞ്ചന്തയിലെടുത്ത 200 രൂപ കരിഞ്ചന്തയിൽ കൊടുത്താണ് ടിക്കറ്റ് എടുത്തതെന്നുള്ള ബോധമൊന്നുമില്ലാതെ സുഖമായിട്ട് തിയേറ്ററിനകത്തിരുന്ന് ഉറങ്ങി. ഉറങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ പടം ബോറടിച്ചിട്ടല്ല. ഈ 2 പേരും അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ സിനിമ പല രൂപത്തിൽ പല സമയത്തായിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഫ്രെയിം ടു ഫ്രെയിം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിലിരുന്ന് അത് കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല അവർക്ക്. 10-100 പ്രാവശ്യം കണ്ടൊരു സിനിമയില്ലേ. അതുകൊണ്ടാണ് അവർ ഉറങ്ങിയത്. ഈ 2 പേര് ആര് എന്ന് ചോദിച്ചാൽ അവളുടെ രാവുകളുടെ സംവിധായകൻ ഐ വി ശശിയും അതിലെ പ്രധാന വേഷം ചെയ്ത രവികുമാറുമായിരുന്നു. 200 രൂപയ്ക്ക് ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്തിട്ട് തിയേറ്ററിനകത്തിരുന്ന് ഉറങ്ങി. ഒരു സംവിധായകൻ ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യം വേണം അല്ലേ? തൻ്റെ സിനിമ ഭാഷ അറിഞ്ഞാത്തവർ പോലും ആസ്വദിച്ച് ബോംബെയിലൊക്കെ കാണുമ്പോൾ, മറാഠികളൊക്കെ കാണുമ്പോൾ ആ തിയേറ്ററിലിരുന്ന് അതിൻ്റെ പങ്കാളിയാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. ഹിറ്റുകളുടെ കഥയിൽ അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അവളുടെ രാവുകളെക്കുറിച്ച് ആലോചിച്ചാൽ ഒരുപാട് പേര് അതിൽ സഹകരിച്ച ഒരുപാട് പേര് ഈ ലോകം വിട്ടുപോയി. മനോഹരമായ പാട്ടുകൾ ചെയ്ത എ.ടി. ഉമ്മറായാലും ശരി, ബിച്ചു തിരുമലയായാലും ശരി, അല്ലെങ്കിൽ ഈ പറയുന്ന ഐ വി ശശി ആയാലും ഷെരീഫായാലും കുതിരവട്ടം പപ്പു അടക്കം ഒരുപാട് പേര് കാലവേനിയിലേക്ക് കടന്നുപോയി. എന്തായാലും മലയാള സിനിമയുടെ ഒരു ട്രെൻഡ് സെറ്ററായ അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ സംവിധാനം ചെയ്ത ഐ വി ശശി എന്ന സംവിധായകനും അതിലെ രാജി എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ ശാന്തി എന്ന സീമയ്ക്കും അതിൻ്റെ തിരക്കഥ എഴുതിയ ആലപ്പി ഷെരീഫിനുമൊക്കെ ഒരു നല്ല സല്യൂട്ട് നൽകിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.